ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ കാലവർഷക്കെടുതി അതീവ ഗുരുതരമായി തുടരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത പ്രകൃതി ദുരന്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ ഭാരതത്തിലും വടക്കുകിഴക്കൻ മേഖലകളിലും വെള്ളപ്പൊക്കവും വൻ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദമാൻ തീരത്ത് കോസ്റ്റ് ഗാർഡിന്റെ സമാനതകളില്ലാത്ത രക്ഷാദൌത്യങ്ങളും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രളയമുണ്ടാക്കിയ വൻ സാമ്പത്തിക നഷ്ടങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ വാണിജ്യ സമുച്ചയങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇന്ദ്രപ്രസ്ഥ കോംപ്ലക്സിൽ ഓട അടഞ്ഞതിനെ തുടർന്ന് 40ഓളം കടകളിൽ വെള്ളം കയറി യന്ത്രങ്ങളും സാമഗ്രികളും നശിച്ചു. കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. उसके कारण पानी का निकाल नहीं हो रहा था, तो पीछे वाला पानी आया ना, तो ये पूरा भर गया। अभी ये जो आप पंप और देख रहे हैं मोटर बोटर सब, वो हमने हमारे खुद के खर्चे से मंगवाई और ये खाली करना अभी हमने स्टार्ट किया है. അതേസമയം ഹിമാചൽ പ്രദേശിലെ പാങ്കി ലാഹോൾ അതിർത്തിയിലുണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ കാറിന് മുകളിലേക്ക് പാറക്കെട്ടിടിഞ്ഞു വീണ് പിഞ്ചു കുഞ്ഞടക്കം 13 പേർ ദാരുണമായി മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുളുവിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. കനത്ത പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണ്. അതേസമയം ദുരന്തമുഖങ്ങളിൽ രാപ്പകലില്ലാതെ രക്ഷകരായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ധാമനിലെ പ്രളയച്ചുഴിയിൽ ഒറ്റപ്പെട്ടുപോയ ഗ്രാമങ്ങളിൽ നിന്നും വ്യാവസായിക മേഖലകളിൽ നിന്നും കുട്ടികളും ഗർഭിണികളുമടക്കം 170ലധികം ജീവനുകളാണ് കോസ്റ്റ് ഗാർഡ് ഡിസാസ്റ്റർ റിലീഫ് ടീം ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. രാജ്യത്തിന്റെ മറ്റു കോണുകളിലും മഴക്കെടുതി വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അസമിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലും മഴ ശക്തി പ്രാപിച്ചതോടെ ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്തുണ്ട്. രാജ്യത്തെ വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ തുടരുകയാണ്. ജനം, ഡൽഹി.